സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വരുന്ന വിധികളും നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള പോലീസിന്റെ കണ്ടെത്തലുകൾ മിനിഞ്ഞാന്ന് ഗുജറാത്ത് പോലീസിന്റേത്, ഇന്നലെ ബീഹാർ പോലീസിന്റെ കണ്ടെത്തലുകൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഓരോ ദിവസം കഴിയുമ്പോഴും റീ എക്സാമിനേഷൻ നടക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുകയാണെന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് ബീഹാർ പോലീസ് അവിടെ നിന്ന് ഗോദ്രയിൽ 5 ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പരീക്ഷാ സെന്ററിന്റെ ഉള്ളിൽ ഒരു കൃത്രിമം നടക്കുമെന്നുള്ള രൂപത്തിലായിരുന്നു. കാരണം അവർ പറയുന്ന പരീക്ഷാ സെന്ററിൽ പോവുക, പരീക്ഷ എഴുതുക, ഇനി അഥവാ അറിയില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ വിട്ടുകളയുക. പിന്നെ ആ ചോദ്യങ്ങൾ പിന്നെ എക്സാം സെന്ററിന്റെ ഉള്ളിലുള്ള ജീവനക്കാരിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയും നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ആരുടെ കണ്ടുപിടുത്തം? ഗുജറാത്ത് പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ ബീഹാറിൽ നിന്ന് 13 ആളുകളെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് നിന്ന് 30 ലക്ഷം രൂപ വീതം ഓരോ കുട്ടികളും കൊടുത്തതിന്റെ രേഖകൾ, ചെക്കുകളൊക്കെ കണ്ടെത്തി. ഇനി ചില കുട്ടികളുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്കികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോറൻസിക് എക്സാമിനേഷന് വേണം. കൃത്യമായിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്ക് ആയത്, നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ എന്നുള്ള കാര്യം ഉറപ്പാക്കണം എന്നുള്ള കാര്യം ബീഹാർ പോലീസ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. വിശദവിവരങ്ങൾ വരാനിരിക്കുകയാണ്. അതിനിടയിൽ സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര സർക്കാർ ഇത്രകാലം കേന്ദ്ര സർക്കാരും എൻ ടി എയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഴിമതിയും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സമ്മതിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് സുപ്രീം കോടതി പറയുന്നു 0.001% നെഗ്ലിജൻസ് ഉണ്ടായാലും, കൃത്യവിലോപം ഉണ്ടായാലും അതിനെതിരെ ശക്തമായ ആക്ഷൻ എടുക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും എൻ സി ഐക്കും നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് റീനീറ്റ് ഇസ് എ ഡെഫിനറ്റീവ് പോസിബിലിറ്റി. പക്ഷേ അത് എത്രത്തോളം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ, ഇതിപ്പോൾ ഞാൻ അതിനുള്ള ആളല്ല, ഞാൻ ഇന്ത്യയിലുള്ള ഒരു സാധാരണ പൗരനാണ്. പക്ഷേ എനിക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി അത് കറക്റ്റ് ആയിട്ടുള്ള ജസ്റ്റിസ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയാന്നുള്ളതാണ്. അത് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ബാക്കി സ്ഥലങ്ങളിലും കുട്ടികളായിട്ട് സംബന്ധിക്കുന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞു, സാർ അപ്പം ഞങ്ങളെപ്പോലെ ജെന്യുവിനായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ ആളുകളുടെ അവസ്ഥയോ എന്ന് ചോദിക്കുന്ന ആളുണ്ട്. ശരിക്കും ശരിയാണ്, വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഞാൻ ഇതിൽ ആരുടെ സൈഡിലാണ് ഞാൻ നിൽക്കുക? ഇപ്പോൾ 2 സൈഡിലുള്ള കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ 3 തരത്തിലുള്ള കുട്ടികളുണ്ട്. ഒന്ന് വളരെ ജെന്യുവിനായി പഠിച്ച് ജെന്യുവിനായി പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിയ ആളുകൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടർ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവിനായി പഠിച്ചെങ്കിലും മാർക്ക് കിട്ടാത്ത ആളുകളുണ്ട്. പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ട് വന്നിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മാർക്ക് കിട്ടാത്ത ആളുകൾ. മൂന്നാമത്തെ കൂട്ടരാണ് കുറ്റക്കാരായിട്ടുള്ള ആളുകൾ. അവർ അതിനകത്ത് മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രൂപത്തിലുള്ള മൂന്നാമത്തെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവും. സോ ഇതിൽ ഏത് കൂട്ടം ആൾക്കാരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ജെനുവിനായി പഠിച്ച് ജെനുവിനായി മാർക്ക് മേടിച്ച ആൾക്കാർ തന്നെ. കാരണം അവർക്ക് ഡിസർവ് ചെയ്ത സാധനങ്ങൾ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ദ ആക്ഷൻ ദാറ്റ് വിൽ ബി കമ്മിങ്. സുപ്രീം കോടതി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനമാണ്. അപ്പൊ അവർ പറയുന്ന കാര്യം അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വഴി. അപ്പൊ അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഇപ്പൊ സപ്പോസ് പറയാണ് റീനീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അയ്യോ ഇതെന്താ ഇങ്ങനെ ആയത്, ഞാൻ എഴുതിയപ്പോൾ മാത്രം ഇങ്ങനെ പറ്റിയല്ലോ, എനിക്ക് കിട്ടിയ സീറ്റ് എന്റെ കയ്യിൽ നിന്ന് പോവുമല്ലോ, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. നമ്മൾ എല്ലാവരും ആസ്പിരൻസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഇതോട് കൂടിയിട്ട് നിങ്ങളെ പഠനം നിർത്താനോ വേറെ കാര്യങ്ങൾക്കൊന്നും അല്ല നിങ്ങൾ പോയി മെഡിക്കൽ കോളേജിൽ പോയിട്ട് അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന കുട്ടികളാണ്. ഞാൻ പറയുകയാണ്, രണ്ടാമതൊരു എക്സാം വേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും വീണ്ടും പഠിക്കാൻ വേണ്ടി തന്നെ തയ്യാറാവണം എന്നുള്ളതാണ്. എല്ലാവരും ഇത്തവണ 200 മാർക്ക് കിട്ടിയ കുട്ടിയും 100 മാർക്ക് കിട്ടിയ കുട്ടിയും ഇനി ഒരു മാർക്കും കിട്ടാത്ത കുട്ടിയും മുതൽ 720 മാർക്ക് കിട്ടിയ കുട്ടി വരെയുള്ള ആളുകൾ വീണ്ടും പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ്. അത് പഠിക്കേണ്ട മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതൽ ഇനി ക്ലാസ് കണ്ടിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പോകേണ്ട മോഡ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ മോഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ, പാർട്ട് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഫുൾ യൂണിറ്റ് ടെസ്റ്റുകൾ, സാധനങ്ങൾ വേണം. ആൻഡ് യു നീഡ് ഡിസ്കഷൻസ് ഓൾസോ. കാരണം നിങ്ങളുടെ ഒരു ട്രാക്ക് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. സോ ഐ തിങ്ക് ലൈക്ക് നമ്മൾ ഡോപ്പയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 35 ഡേയ്സിന്റെ പാക്കേജ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ റീനീറ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒരു 35 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് തന്നിട്ടായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ 35 ഡേയ്സിന്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അത് ഡോപ്പയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എസ്പെഷ്യലി എന്ന് പറയുമ്പോൾ ബാക്കി ആളുകളെ, ഞാൻ ശരിക്കും കേരളത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവരെയും കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഇതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടത് ഡോപ്പയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൃത്യം 960 1000 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ 1000 പേരിൽ നിന്നാണ് നമ്മുടെ 125 ആൾക്കാർ 660 മുകളിലേക്ക് സ്കോർ ചെയ്തത്. 12.5% ആണ് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ. അപ്പോൾ അത്രയും കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 35 ഡേയ്സിന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ആൻഡ് ഐ എം വെരി ഷുവർ, ഞാൻ എന്റെ കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് നമ്മൾ മാരത്തോൺ ടെസ്റ്റ് സീരീസ് സാധനങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നപ്പം നമ്മൾ എത്രത്തോളം കോൺഫിഡന്റ് ആയിരുന്നോ അതുപോലെ തന്നെ കോൺഫിഡന്റ് ആണ് നമ്മൾ ഈ ഫൈനലി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ തന്നെയാണ്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ടെസ്റ്റുകളും എല്ലാ ദിവസവും ഡിസ്കഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കാരണം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മെന്റലി പ്രിപ്പയർഡ് ആവുക, ഇതെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വെൽ പ്രിപ്പയർഡ് ആവുക, വെൽ എക്വിപ്ഡ് ആവുക. ദർ ഈസ് നത്തിങ് ഗോയിങ് ടു ബി റോങ്. ഒന്നും റോങ് ആയിട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. എവറിത്തിങ് വിൽ ബി
പക്ക പെർഫെക്റ്റ് വർക്കിംഗ് ആയിരിക്കും. നമുക്ക് ഒരു കാര്യത്തിലും നമുക്ക് അർഹതപ്പെട്ട ഒരു സാധനം വേറൊരാൾക്കും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങളൊന്നും തൊട്ടിട്ടില്ല. ദാറ്റ് ഐ നോ വെരി വെൽ. പക്ഷെ മനസ്സിലാക്കണം അത് ഇന്ത്യയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു പ്രശ്നത്തിലേക്കോ കാര്യങ്ങളിലേക്കോ പോണ്ട. ഐ തിങ്ക് ലൈക്ക് നിങ്ങൾക്ക് ഈ 35 ഡേയ്സിന്റെ പ്ലാൻ ഇല്ലേ, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ സാധനങ്ങൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ T&Dന്റെ കൃത്യമായിട്ടുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ എനിക്ക് ലൈവ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ലെറ്റ് മീ സീ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടുമോറോ ഈവനിംഗ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ലൈവ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സാധനങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇതിപ്പോ എനിക്കറിയാം, ഞാനിതിപ്പോ ഐ എം നോട്ട് ഇൻ എ പ്രോപ്പർ സ്റ്റുഡിയോ. ഇത് എന്റെ വീടിന്റെ ഇതാണ്. അപ്പോ ഞാനൊരു ട്രാവലിലാ. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് വീട്ടിലെത്തിയപ്പോ ഇവിടുന്ന് എടുത്തതാ. ഇത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. വാട്ട് എവർ മേ ബി ദ വെർഡിക്ട്, വിധി എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മുടെ കാര്യം. നമ്മളൊരു ഡോക്ടറായിട്ട് ജീവിക്കേണ്ട ആൾക്കാരല്ലേ. ഡോക്ടറായിട്ട് ഒരുപാട് രോഗികളുടെ മുന്നിൽ ഒരുപാട് രോഗികൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പ്രതീക്ഷിക്കാത്തതും ഒക്കെ വരുന്നുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്, നമ്മൾ അത് മനസ്സിലാക്കി ആ അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അവസരത്തിൽ റീനീറ്റ് ആണ് പോസിബിലിറ്റി എങ്കിൽ വി വിൽ ഫൈറ്റ് ഇറ്റ് വെരി ഹാർഡ്. അത് നമ്മൾ അർഹിച്ച കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ സാധനങ്ങളൊക്കെ റീഷേപ്പ് ചെയ്ത് റീപോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ കൊണ്ടുപോകും. സോ ദർ ഇസ് എ ഡെഫിനറ്റീവ് സ്റ്റഡി പ്ലാൻ. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഡീറ്റെയിൽ ആയിട്ട്. ദ മോഡ് ഈസ് കോൾഡ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്നാണ് ആ മോഡിന്റെ പേര്. അപ്പോൾ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ അപ്പോൾ അടുത്ത വർഷം ഡോപ്പയിൽ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു ബാച്ച് തുടങ്ങാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ലെറ്റ് മീ ട്രൈ ആ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്ന ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്നോട് ക്ലബ് ചെയ്തിട്ട് തന്നെ, അപ്പോൾ ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അടുത്ത വർഷത്തേക്ക് വീണ്ടും ട്രൈ ചെയ്യേണ്ട ആൾക്കാർക്കും എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. നാളെ രാത്രി ഇഫ് പോസിബിൾ വി വിൽ ബി ഹാവിങ് എ ലൈവ് ഓൺ ദിസ് തിങ്. നിങ്ങൾ റീനീറ്റ് നടക്കാനാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണ്, നിങ്ങൾ എന്തെല്ലാം അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ ഇട്ടോ. അതുകൂടി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കൺസേൺസും നിങ്ങളുടെ സജഷൻസും, ഈ സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ആണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സജഷൻസും വെക്കാം. ഇനി ഇത് എനിക്ക് ഫിസിക്സ് പ്രശ്നമാണ് അല്ലെങ്കിൽ കെമിസ്ട്രി പ്രശ്നമാണ്, എങ്ങനെയാണ് ഇത്ര ദിവസം കൊണ്ട് ഇന്ന കാര്യം ചെയ്തെടുക്കുക എന്ന പോലത്തെ നിങ്ങളുടെ കൺസേൺസ് ഉണ്ടെങ്കിൽ കൺസേൺസും താഴെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. ആൻഡ് വി വിൽ ഡിസ്കസ് ഇറ്റ് ലൈവ് ടുമോറോ. ഓക്കെ, ബൈ.